പറയാലോ, പഴയ സിനിമയാണ്, 2014 സെൻസറിങ് കഴിഞ്ഞ സിനിമയാണ്. സോ അതിൻ്റേതായ ഒരു പഴമയുള്ളൊരു സിനിമയാണ്. പ്രതാപ് പോത്തൻ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ നല്ല രീതിയിലുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. അത് പേര് ജസ്റ്റ് അതിൻ്റെ തുടക്കവും ലാസ്റ്റും കള്ളനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ സിനിമയ്ക്ക് കള്ളനുമായിട്ട് ബന്ധമല്ല, വേറെ രീതിയിലാണ് കഥയൊക്കെ. ഈ വയസ്സായവരുടെ ഒറ്റപ്പെടൽ അങ്ങനത്തെ ഒരു സംഭവം. നല്ല അടിപൊളി. ശ്രീനാഥ് ബസിയുടെ ആസാദി കണ്ടില്ല. അതിന് മുമ്പുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ കുറച്ചുകൂടെ ചെറുപ്പമുള്ള സമയം ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാടകീയതയൊക്കെ ഉണ്ട് അഭിനയത്തിലാണ്. അത്രേ ഉള്ളൂ. വേറെ കുറച്ച് രംഗങ്ങൾ അതുപോലെ ഉണ്ട്. അത്രേ ഉള്ളൂ. എടുത്തു പറയാൻ ഇതാണ്. ശരിക്കും പറയാമല്ലോ, അന്ന് റിലീസ് ചെയ്തിരുന്നത് ഒരു പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ്. ഇപ്പോഴത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. തിയേറ്ററിൽ താഴെ ഞാൻ എക്സിക്യൂട്ടീവിലാണ് ഇരുന്നത്, ഓഡിറ്റു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മേളിൽ ആളുണ്ടായിരുന്നോന്ന് അറിയില്ല. സോ പടത്തിൽ സ്റ്റോറി രീതിയും കൊള്ളാം. മക്കളുടെ പോരായ്മകളാണ് എടുത്ത് കാണിക്കുമ്പോൾ. അവനെയുണ്ട്. കോമഡിയും കുഴപ്പമില്ല. കുഴപ്പമില്ല. മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു ഫിലിമാണ്. പബ്ലിസിറ്റി ഇല്ലാത്തൊരു ഫിലിമാണ്. പബ്ലിസിറ്റിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് പത്രത്തിലൊന്നും പരസ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്? ഒരുപാട് പടങ്ങൾ അങ്ങനെ തന്നെ പൊളിയുന്നതിൻ്റെ കാരണം അതാണ്. നേരത്തെ ശരിക്ക് ആഴ്ചയ്ക്ക് മുമ്പേ 2 ആഴ്ചയ്ക്ക് മുമ്പേയൊക്കെ പരസ്യം ചെയ്യും. ഇതങ്ങനെ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു പടം ഇറങ്ങുമ്പോൾ ആളുകൾ ഏറില്ല. ഒന്നാമത് മഴയുമാണ്. അത് തന്നെ പ്രധാന കാരണം. അത് തന്നെ കുഴപ്പമില്ല. ഓക്കെ അതൊക്കെ കുഴപ്പമില്ല എന്ന്